ഒരുപാട് ആളുകളുണ്ട്. ഒടിയൻ അരമണിക്കൂറിലധികം ക്യൂ നിന്നു. ആ ക്യൂ നിൽക്കലൊക്കെ നമ്മുടെ ഭരണഘടനയുടെയും നമ്മുടെ ജനാധിപത്യത്തിന്റെയും ഒരു ഇക്വാലിറ്റി, വിവേചനമില്ലാത്തതായിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രതീകമാണ്. പക്ഷേ അത് എല്ലായിടത്തും ഉത്തരേന്ത്യയിലൊക്കെ അത് നടക്കുന്നോ എന്നുള്ളതിന്റെ സന്ദേഹം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒന്നാകെ വോട്ട് ചെയ്തുകഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നത്. കൽപ്പന നിയോജകമണ്ഡലത്തിൽ മഹാഭൂരിപക്ഷത്തിന്, വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് 5 കൊല്ലം ഈ നാടിനു വേണ്ടി സമർപ്പിതമായി പ്രവർത്തിക്കാൻ സാധിച്ചതിന്റെ പര്യവസാനം ഇന്ന് നല്ലപോലെ നിർവഹിക്കപ്പെടുകയാണ്. മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കൽപ്പറ്റയിൽ ഊകി തോൽപ്പിക്കാനും കള്ളം പറഞ്ഞു തോൽപ്പിക്കാനും സാധിക്കില്ല എന്ന് കൽപ്പറ്റയിലെ ജനം വിധി എഴുതുന്ന ഒരു ദിവസമാണിത്. അത് ജനാധിപത്യത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള വിജയമായിരിക്കും. എല്ലാ ബൂത്തിലും ഭയങ്കരമായ തിരക്കാണ് രാവിലെ മുതൽ. ഒരു ട്രെൻഡാണോ ശരിക്കും? എങ്ങനെ കാണുന്നത്? കേരളത്തിലെ ഒരു കറക്റ്റ് UDF വേവ് നിലനിൽക്കുക. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആളുകളുടെ ബോഡി ലാംഗ്വേജും ആളുകളുടെ ഫേസും ആളുകളുടെ റിയാക്ഷൻസും ഒരു കറക്റ്റ് വേവാണ്. അല്ലെങ്കിൽ അവർ സൈലന്റ് ആയിരിക്കും. ഇത് വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള പബ്ലിക്കാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 100 കടക്കുമെന്നാണ്. 100 കടന്ന് UDFന്റെ മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ വയനാട്ടിന്റെ 3 ഇരിപ്പിടങ്ങളിൽ നിന്ന് 3 UDF MLA-മാരുണ്ട്. കൽപ്പറ്റയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ UDFന്റെ പ്രവർത്തകർ ആത്മവിശ്വാസത്തിലാണ്, UDF നേതൃത്വം ആത്മവിശ്വാസത്തിലാണ്, ജനങ്ങളും ആത്മവിശ്വാസത്തിലാണ്. വളരെ നല്ല വിജയം, ആധികാരികമായ വിജയം ഇവിടെയുണ്ടാവും. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. ജനാധിപത്യത്തിന്റെ മേലെ പണാധിപത്യം കൊണ്ടുവന്ന് വിജയിക്കാമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സ്ഥാനാർത്ഥിയും കരുതരുത്. അതൊരു വലിയ ഒരു ജനാധിപത്യത്തിന്റെ പാഠമാണ്. കേന്ദ്രഭരണം കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് പണം മുഴുവൻ ഒഴുക്കി വളരെ മോശമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിലേക്ക് പോകുന്നത് കേരളത്തിന് ഒരിക്കലും ഗുണപരമായ ഒരു രാഷ്ട്രീയ ലൈനല്ല. അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടും തിരിച്ചടിയും പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ട്.